എങ്ങനെ കാണുന്നു കാര്യങ്ങൾ? നല്ല, എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു വിഹാരമുണ്ട് യു ഡി എഫിന് വേണ്ടിയിട്ട്. ഞങ്ങൾ UDF സ്ഥാനാർത്ഥി വേണ്ടി വോട്ട് ചെയ്യാനാണെന്ന് എത്തിയിരിക്കുന്നത്. പറയാൻ പാടുമോ എനിക്കറിയില്ല, നമ്മൾ ഇലക്ഷൻ ബൂത്തിൻ്റെ വെളിയിലാണല്ലോ. പക്ഷേ ഞാൻ പറയട്ടെ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ 10 വർഷക്കാലത്ത് ദുർഭരണം മാറ്റി പുതിയൊരു ഭരണം കൊണ്ടുവരുന്ന ഒരു സമയമായി. അതാണ് ജനങ്ങളുടെ മനസ്സിൽ ഞാൻ കാണുന്നത്. അവരതിനു വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എല്ലാവരുടെയും വോട്ട് ടേൺ ഔട്ട് നല്ലതാണ്. അതിൻ്റെ അർത്ഥം ജനങ്ങൾ മനസ്സിലായി ഇതിൻ്റെ പ്രാധാന്യം. അവർക്ക് മനസ്സിലായി. അവർ വന്ന് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലവർ ഈ കാർഡേഴ്സൊക്കെ ഒരു പക്ഷേ ഇറങ്ങിയിട്ട് ഇലക്ഷൻ മറ്റേവർക്ക് വേണ്ടി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കാൻ. No, we are expecting the turnout to be high. It is already high by this morning's time. That is, I came here at 11:30. It was already quite high in many districts. And I would say that if you're going to look at the turnout on the whole, by the end of the day, it may even surpass previous levels ever established, record levels. And that's because the people of Kerala want to vote for a change. They don't want to leave it to the normal political workers and activists to determine their future. Ordinary people are coming out to vote. That's why the turnout is higher. Of course. Not at all. NDA is a zero-seat party. How many seats can they expect to have that will make any difference in the government? This is a LDF versus UDF election. LDF is going to finally meet its comeuppance in the course of this voting today. Sorry. ഈ ആരോപണമൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. നേമത്തിൽ പല ബൂത്തിലും മദ്യം പിടിച്ചുവെന്നും പാലക്കാടിൽ കാശ് കൊടുക്കണതിൻ്റെ തെളിവുണ്ടെന്നൊക്കെ പോലീസുകാരെ അറിയിച്ചിട്ടുണ്ട്. അവർക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ അന്വേഷണം നടത്താൻ. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഉത്തരവാദിത്തമുണ്ട്. അവർക്കും ഈ പരാതി എത്തിയിട്ടുണ്ട്. ഇനി അവരെല്ലാവരും അവർ ഉത്തരവാദിത്തങ്ങൾ ചെയ്യട്ടെ. ജനങ്ങൾ എന്തായാലും പത്രം വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, മാധ്യമം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ അങ്ങനെ അത് അനുസരിച്ച് തന്നെ വോട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല. പക്ഷെ തുറന്നാൽ കൂടി എന്താണ്, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, നമുക്കറിയാം. അത് തുറന്നോട്ടെ. സുപ്രധാനമായ തിരഞ്ഞെടുപ്പാണ്. പുതിയൊരു ഭരണം വരാൻ സമയമായി. ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുമെന്ന ശശി തരൂരിന്റെ പ്രതികരണം.